ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ഒരു പുതിയ ക്ലാസ്സുമായി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും പ്രപ്പ് സ്കെയിൽ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മൾ HSA ഇംഗ്ലീഷ് ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. HSA ഇംഗ്ലീഷിൻ്റെ PSC എക്സാമിനേഷന് വേണ്ടിയുള്ള കോച്ചിങ് ആണ്. വളരെ ഡീപ്പായിട്ട് വളരെ കോംപ്രിഹെൻസീവായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ സിലബസിനെ മാറ്റിയിട്ട് നമ്മൾ 5th മൊഡ്യൂളായ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന ഒരു സെക്ഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാൻ കഴിയും. അതായത് ഈ ക്ലാസ്സുകൾ നന്നായി ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്ന പോയിന്റുകൾ മെമ്മറൈസ് ചെയ്യുക. യു ക്യാൻ ഓഫ് കോഴ്സ് ക്രാക്ക് ദിസ് എക്സാമിനേഷൻ വിത്ത് ഫ്ലാംബോയന്റ് കളേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ be interested in the classes. First of all, be motivated fully, completely, and you must have enthusiasm. You must have the ambition, a powerful ambition to become a high school English language teacher. അതാണ് വേണ്ടത്. Your motivation, your inner ambition. You have wings to fly. പറയേണ്ടതില്ലല്ലോ. You have not 2 wings to fly. You have several wings to fly higher and higher into the field of government employment. Okay, നമ്മൾക്ക് വളരെ സുരക്ഷിതമായ വളരെ എൻജോയബിൾ ആയിട്ടുള്ള നമ്മളെ കരിയർ ഡെവലപ്മെൻറ്റിനും നമ്മുടെ എക്സ്പ്രഷനും വളരെ ഹെൽപ്ഫുള്ളായ ഒരു ഫീൽഡ് തന്നെയാണ് ടീച്ചിങ്. അപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയും എന്ന് ഉറപ്പുള്ള, ഞാൻ തന്നെ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള രംഗമാണ് ഇംഗ്ലീഷ് ടീച്ചിങ്. അപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് നിങ്ങൾ വരിക മാത്രമല്ല, നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് അല്ലെങ്കിൽ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ദ സോ കോൾഡ് പെർമനൻറ്റ് ജോബ് നിങ്ങൾക്ക് അക്വയർ ചെയ്യാൻ കൂടി, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുവാൻ കൂടി ഈ HSA ഇംഗ്ലീഷിൻ്റെ കോച്ചിങ്ങിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ യു ക്യാൻ, of course, I assure you, you will become an English teacher after attending this course very keenly and very enthusiastically and with a full charged mindset. Okay, so let's begin. എന്താണ് വാട്ട് ഈസ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഡെഫിനിഷൻസ് കിട്ടും. ലാംഗ്വേജിനോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ വളരെ കുറവാണ്. ഓക്കെ, നമുക്കൊരു സിമ്പിൾ ഡെഫിനിഷനിലേക്ക് പോയാൽ, ലാംഗ്വേജ് ഈസ് എ സിസ്റ്റം, ലാംഗ്വേജ് ഈസ് ഹ്യൂമൻ, ലാംഗ്വേജ് ഈസ് arbitrary symbols, vocal symbols for communicating thoughts, ideas, feelings and emotions, etc. So first of all I told you, ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ലാംഗ്വേജ് ഈസ് ഹ്യൂമൻ. നമ്മൾ ആനിമൽസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ആനിമൽസ് ലാംഗ്വേജ് എന്ന് റെട്ടറിക്കലായിട്ട് സാഹിത്യത്തിലൊക്കെ പറയാമെന്ന് അല്ലാതെ ആനിമൽസ് കമ്മ്യൂണിക്കേഷനാണ്. ലാംഗ്വേജ് ഈസ് ഹ്യൂമൻ. ലാംഗ്വേജ് എപ്പോഴും ഹ്യൂമനാണ്, മനുഷ്യനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇറ്റ് ഈസ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് പറയാം. അതിൽ ഒരു ഗ്രമാറ്റിക്കൽ സിസ്റ്റം ഉണ്ടാകും, അതിൽ ദാറ്റ് മീൻസ് സിൻടാക്റ്റിക് സിസ്റ്റം, അതിൽ ഒരു ഫെനറ്റിക് സിസ്റ്റം ഉണ്ടാവും, അതിലൊരു മോർഫോളജിക്കൽ സിസ്റ്റം ഉണ്ടാവും, അതിലൊരു സെമാൻറ്റിക് സിസ്റ്റം ഉണ്ടാവും. അപ്പോൾ ലാംഗ്വേജ് ഈസ് സിസ്റ്റം ഓഫ് സിസ്റ്റംസ് എന്ന് തന്നെ നമുക്ക് പറയാം. മറ്റൊന്ന് ലാംഗ്വേജിനെ കുറിച്ച് പറയാവുന്നത്, ലാംഗ്വേജ് ഈസ് ലാംഗ്വേജ് ഈസ് സിമ്പിൾസ്, ആർബിട്രറി വോക്കൽ സിമ്പിൾസാണ്. നമ്മൾ വോക്കൽ സിമ്പിൾസ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ പല രീതിയിൽ പല ലാംഗ്വേജിൽ
നമുക്ക് വോക്കൽ സിമ്പിൾസ് ഉപയോഗിക്കാം. അപ്പോൾ വോക്കൽ സിമ്പിൾസ് അത് എവിടെ എന്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ആർബിട്രറി ആയി, പക്ഷെ അതൊരു സിസ്റ്റത്തിലേക്ക് വന്നാൽ സിസ്റ്റമാറ്റിക് ആയി മാറും. അതിൻ്റെ ബിഗിനിങ്ങിൽ ഒരുപക്ഷെ അത് ആർബിട്രറി ആയിരിക്കാം. അതുപോലെ ഇതിൻ്റെ മീനിങ്, ഇതിൻ്റെ സെമാൻറ്റിക് സൈഡ് പരിശോധിച്ചാലും ആർബിട്രറി തന്നെയാണ്. കാരണം ലാംഗ്വേജിൽ നമ്മൾ ചോർ എന്ന് പറയുന്ന വേർഡ് തന്നെ എടുത്തു നോക്കിയാൽ ചോർ, മനസ്സിലായി, ഇംഗ്ലീഷിൽ ചോർസ്, ഹിന്ദിയിൽ ചോർ, അങ്ങനെ. അതുപോലെ മൗത്ത് എന്ന വേർഡ് എടുത്തു നോക്കിയാൽ അറബിക്കിൽ മൗത്ത്, നമ്മുടെ ഇംഗ്ലീഷിൽ മൗത്ത്. ഇങ്ങനെയുള്ള വാക്കുകൾ എങ്ങനെയാണ് അറബിക്കിൽ മൗത്തിന് മരണമെന്നും ഇംഗ്ലീഷിൽ മൗത്തിന് വായ എന്നും വരുന്നത്? അത് ആർബിട്രറിയാണ്. അതിന് ഒരു പ്രത്യേക ലോജിക്കൽ ബേസിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ആർബിട്രറി എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് ഈസ് സിസ്റ്റം ഓഫ് വോക്കൽ symbols produced arbitrarily, and it is also the expression, it is communication, human communication of ideas, feelings, emotions, thoughts, etc. Okay, so let's begin. Language is, I told you that language is human, but എപ്പോഴാണ് ഈ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തത്? എപ്പോഴാണ് ലാംഗ്വേജ് ഉടലെടുത്തത്? ലെറ്റ്സ് ഗോ ടു സൗത്ത് ആഫ്രിക്ക. Some 1,60,000 years back. 1,60,000 years back, there lived Homo sapiens. Homo sapiens, നിങ്ങൾക്കറിയാം, one of the species of Homo. And Homo sapiens is one of the species of the genus Homo, and today all the modern human beings come under that species Homo sapiens. നമുക്കറിയാം, അതിനു മുമ്പ് ആർക്കൈക്ക് ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ യൂറോപ്പിലും ഏഷ്യയിലൊക്കെ നിയാണ്ടർതാൾ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഈ നിയാണ്ടർതാൾ മനുഷ്യന്മാരെ പോലും ഓവർകം ചെയ്തിട്ട്, അവരെ കോൺകർ ചെയ്തിട്ട് ആഫ്രിക്കയിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഹോമോസാപ്പിയൻസ് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അത് ജിബ്രാൾട്ടർ സ്ട്രൈറ്റിൽ ക്രോസ് ചെയ്തിട്ട്, റെഡ് സീ ക്രോസ് ചെയ്തിട്ട്, അങ്ങനെയൊക്കെയാണ് ഇവന്മാർ ഒരു ഹണ്ടിങ് ട്രൈബായിരുന്നു. ഇവർ വളരെയധികം ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആ നോമഡിക് ട്രൈബായിരുന്നു ഈ ഹോമോസാപ്പിയൻസ്. അപ്പോൾ അവർ ഒരു 1,00,000 years എഗോ സൗത്ത് ആഫ്രിക്കയിൽ അവർ ജീവിച്ചു. അതിനുശേഷം ഒരു 60,000 years ബാക്കിലോ മറ്റോ ആണ് അവർ യൂറോപ്പിലേക്ക് അവരുടെ പലായനം തുടങ്ങുന്നത്. നോം ചോംസ്കി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അറൗണ്ട് 60,000 years ബാക്ക് these nomadic people started migrating into Europe, and after that they spread their language. അപ്പോൾ ലാംഗ്വേജ് എന്നത് ഹോമോസാപ്പിയൻസിൻ്റെ ലാംഗ്വേജ് ആണ് നമ്മൾക്ക് ഇന്ന് മോഡേൺ ലാംഗ്വേജസ് ആയി പരിണമിക്കപ്പെട്ടത് എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. അത് നോം ചോംസ്കി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ അതിനു മുമ്പ് തന്നെ ഹോമോസാപ്പിയൻസ് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ഫാക്കൽറ്റി കൊണ്ടു നടന്നത്? There was language faculty in Homo sapiens. That language faculty never changed. ആ ഫാക്കൽറ്റി അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വെസ്റ്റ് ഏഷ്യയിലും യൂറോപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയത്. പക്ഷേ ആ ലാംഗ്വേജ് ഫാക്കൽറ്റിയിൽ നിന്നും ഡിഫറൻ്റായുള്ള ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ ഇടയായി എന്നതിനെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ ഇനിയും നടക്കാനുണ്ട്. ഞാൻ പറയുന്നത് 1860 1866 പാരീസിൽ ഉണ്ടായിരുന്ന 1866 ലിംഗ്വിസ്റ്റിക്സ് കോൺഫറൻസിൽ ഈ മാതിരി ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ ചർച്ചകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ ചർച്ചകൾക്ക് പ്രസക്തിയില്ല, അത് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടതില്ല, അത് ബാൻ ചെയ്തു. അത്തരം ചർച്ചകൾ പാരീസിൽ ബാൻ ചെയ്തു 1866. പക്ഷെ നമുക്കറിയാം 1871 ചാൾസ് ഡാർവിൻ്റെ ഡിസെൻറ്റ് ഓഫ് മാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക് വരുന്നതോടുകൂടി 1871 വീണ്ടും ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ ചർച്ചകൾ തുടരുകയാണ്. ചർച്ചകൾ റീജുവനേറ്റഡ് ആയിട്ട് വരികയാണ്.
അതിനുശേഷം പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം 20th സെഞ്ച്വറിയിലെ ബിഗിനിങ്ങിൽ ഒരുപാട് തിയറീസ് ലാംഗ്വേജിനെ കുറിച്ച് വരികയുണ്ടായി, ലാംഗ്വേജിൻ്റെ ഒറിജിനെ കുറിച്ച് വരികയുണ്ടായി. അത്തരം തിയറീസ് കുറേയെല്ലാം ആളുകൾ ഇന്നും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുറേയെല്ലാം റൈറ്റ് ഓഫ് ചെയ്തു കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാംഗ്വേജിൻ്റെ ഒറിജിൻ ഓഫ് ലാംഗ്വേജിൻ്റെ തിയറീസ് ഏതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ലെറ്റ് മീ ടെൽ യു ദാറ്റ് ദർ ആർ more than 7,000 languages spoken in the world. More than 7,000 languages spoken in the world എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു 2100 നിങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ 7,000 ലാംഗ്വേജിലെ ഒരു 90% ലാംഗ്വേജും എക്സ്റ്റിങ്റ്റ് ആയി പോവും, ഇല്ലാതായി പോവും. ഈ 7,000 ലാംഗ്വേജിൽ ഒരു 700 ലാംഗ്വേജ്, 10% ലാംഗ്വേജ് മാത്രമേ 2100 ശേഷം നിലനിൽക്കുകയുള്ളൂ. ഇത് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ഞാൻ ഒരുപാട് പഠനങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമല്ല, പല ആളുകളും അഭിപ്രായപ്പെട്ടത് കൂടിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. യെസ്, അതായത് ലാംഗ്വേജ്, ഈ 7,000 ലാംഗ്വേജ് ഇപ്പോൾ സ്പോക്കൺ ആണെന്ന് പറയുമ്പോൾ എത്രമാത്രം ലാംഗ്വേജസ് മുമ്പ് എക്സ്റ്റിങ്റ്റ് ആയി പോയിട്ടുണ്ട് എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ലാംഗ്വേജ് എപ്പോഴും എവർ ഡെവലപ്പിംഗ് ആണ്, എവർ ചേഞ്ചിങ് ആണ്. ചോംസ്കി പറഞ്ഞ പോലെ ലാംഗ്വേജ് പ്രൊഡ്യൂസിങ് ഫാക്കൽറ്റി ഹ്യൂമൻ ബീയിങ്സിൽ ഉണ്ടാകുന്ന കാലത്തോളം ലാംഗ്വേജുകൾ ഇങ്ങനെ ചേഞ്ച്ഡ് ആയിക്കൊണ്ടിരിക്കും, അത് വളർന്നുകൊണ്ടേയിരിക്കും. ഇനി അഥവാ അത് വളർത്താൻ മനുഷ്യൻ തയ്യാറാകുന്ന ലാംഗ്വേജ് വിൽ ബി ഡെഡ്. അപ്പോൾ മനുഷ്യൻ whenever man is not ready to expand the language system, at that moment the language will become dead. അല്ലെങ്കിൽ ഇൻ ദാറ്റ് ഡ്യൂറേഷൻ ലാംഗ്വേജ് വിൽ ബിക്കം ഡെഡ്. ലാംഗ്വേജ് മനുഷ്യർ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് മരിക്കുന്നതല്ല. ലാംഗ്വേജ് ഈസ് ഡൈയിങ് ത്രൂ സെഞ്ച്വറീസ് നീണ്ട ഒരു പ്രോസസ്സാണ് ലാംഗ്വേജിൻ്റെ ഡിമൈസ് എന്ന് പറയുന്നത്. അതിലൂടെ ഒരുപാട് ലാംഗ്വേജുകൾ ഡെഡായി പോയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നുണ്ട്. അതിൽ നമുക്കറിയാം പല ലാംഗ്വേജുകളും ഡെഡ് ലാംഗ്വേജായി മാറി. ഗോത്തിക് ലാംഗ്വേജ്, അതുപോലെ ബർഗണ്ടിയൻ ലാംഗ്വേജ്, ഇത്തരം ലാംഗ്വേജുകളൊക്കെ ഡെഡാണ്. സംസ്കൃത് തന്നെ നമ്മുടെ അനുഷ്ഠാനങ്ങളിലും ക്ഷേത്രങ്ങളിലും നമ്മുടെ പല ന്യൂസ് ചാനലുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് സംസ്കൃത് ലാംഗ്വേജ് ഇപ്പോഴും അലൈവ് തന്നെയാണ്. അത് ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അതുപോലും ഡെഡായി മാറും. അതുകൊണ്ട് എല്ലാ ലാംഗ്വേജും നമ്മൾ ഇനിയെങ്കിലും, ഞാൻ ആദ്യം തന്ന ഒരു വാർണിംഗ് പ്രകാരം 2100 ആകുമ്പോഴേക്ക് 90% ലാംഗ്വേജസ് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നുള്ള വാർണിംഗ് ഞാൻ തരുമ്പോൾ വി ഷുഡ് ബി അവെയർ ഓഫ് the danger our own mother tongue മലയാളം faces in the world. നമ്മുടെ മലയാളം വേൾഡിൽ അഭിമുഖീകരിക്കുന്ന ഒരു ത്രെട്ട് ഈ വാർണിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. അതുകൊണ്ട് വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, വി ഷുഡ് മേക്ക് അവർ ലാംഗ്വേജ് അലൈവ് ത്രൂ അവർ ഓൺ എഫേർട്ട്, അവർ ഓൺ ഇൻ്റർഫിയറൻസ്. നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ ശ്രമത്തിൽ എങ്ങനെയൊക്കെ ഈ ലാംഗ്വേജിനെ അലൈവാക്കി നിർത്താൻ പറ്റും, അത് സംസ്കൃത പണ്ഡിതന്മാർ അടിയന്തരമായി ചെയ്യേണ്ടതാണ്. സംസ്കൃതം പോലുള്ള ഒരു വേൾഡിലെ ഏറ്റവും മഹത്തായ ലാംഗ്വേജുകളിലൊന്നാണ് സംസ്കൃതം. ആ സംസ്കൃതിനെ അലൈവായി നിർത്തേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും നമ്മുടെ പണ്ഡിതന്മാർക്കും അത്യാവശ്യമായി ചെയ്യാൻ കഴിയേണ്ടതാണ്. മനസ്സിലായോ? അതിലൂടെ കോമൺ മെന്നിന് എപ്പോഴും ആ ലാംഗ്വേജ് ഡെഡല്ലാതെ അലൈവായി കിട്ടും. പിന്നെ റിലീജിയസ് ആയ ചില ബുക്കുകളിലൂടെ ലാംഗ്വേജ് അലൈവായി നിൽക്കും. അത് നമ്മുടെ തിയോളജിക്കൽ ബുക്കുകൾ, പ്രത്യേകിച്ച് അറബിക്ക്, ഖുറാൻ നിൽക്കുന്ന കാലത്തോളം അറബിക്ക് അലൈവായിട്ട് നിൽക്കും. അപ്പോൾ തിയോളജിക്കൽ ബുക്കുകൾ, ഹോളി ബുക്സ് ആളുകൾ വായിച്ചുകൊണ്ടേയിരിക്കുക, അതിലൂടെ ആളുകൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക. ആ ലാംഗ്വേജ് ഡെഡാവുകയില്ല. പക്ഷെ നമ്മളെ മലയാളത്തിന് എന്തോ അമ്മാതിരി സൗഭാഗ്യങ്ങൾ ഇല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുക ആണ് മലയാളം ലാംഗ്വേജിനെ നിലനിർത്താനുള്ള വഴി.
അത് നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത് more than 7,000 ലാംഗ്വേജസ്. അപ്പോൾ അതിൽ ഒരു 300 ലാംഗ്വേജസ് വേണമെങ്കിൽ റിട്ടൺ ഫോം ഉള്ളതായിട്ട് പറയാം. ബാക്കിയൊന്നിനും റിട്ടൺ ഫോം ഇല്ല. ഇംഗ്ലീഷ് ഈസ് ദ വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ്. അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, വാട്ട് അബൌട്ട് മാൻഡറിൻ ചൈനീസ്? മാൻഡറിൻ ചൈനീസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. എന്താണ് മാൻഡറിൻ ചൈനീസിന്റെ പ്രത്യേകത? It is widely spoken. Okay, more than 1 crore, more than 100 crore people are speaking Mandarin Chinese, but it is regionally confined. Mandarin Chinese ന്റെ പ്രത്യേകത അത് റീജിയണലി കൺഫൈൻഡ് ആയ ഒരു ലാംഗ്വേജ് ആണ്. അതിൻ്റെ സ്പീക്കേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മെജോറിറ്റിയും അതൊരു പ്രത്യേക ചൈന എന്നുള്ള ആ റീജിയനിൽ ഒതുങ്ങുന്നു. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. English is widely spread. English is spread across every part of the world എന്ന് പറയാം. അപ്പോൾ എവറി പാർട്ട് ഓഫ് ദ വേൾഡിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്രോക്സിമേറ്റ്ലി 1.35 billion people are സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് പറയും. അതായത് ഒരു 135 കോടിയോളം ആളുകൾ ഈ ഇംഗ്ലീഷ് ലോകത്തിൽ സ്പീക്ക് ചെയ്യുന്നുണ്ട്. അത് അത്ഭുതകരമായ കാര്യമൊന്നുമല്ല, അത് ഇറ്റ് ഈസ് എ ഫാക്റ്റ്. നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് മദർ ടങ് ആണ്. USA, കാനഡ, ജമൈക്ക, ബ്രിട്ടൻ, ദാറ്റ് മീൻസ് ഇംഗ്ലണ്ട്. ബ്രിട്ടൻ എന്ന് ഞാൻ പറയുമ്പോൾ ഇംഗ്ലണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ തന്നെ മേഘാലയ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം, മേഘാലയത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് മേഘാലയത്തിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാനഡ, കെനിയ, ജമൈക്ക, അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലോട്ട് ഓഫ് കൺട്രീസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് തന്നെ വരാം. ഇംഗ്ലീഷിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, യെസ്, ലാംഗ്വേജസ് ഹ്യൂമൻ ആർബിട്രറി വോക്കൽ സിമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാംഗ്വേജസ് ഐദർ ചേഞ്ച്, ലാംഗ്വേജിനെ നമ്മൾ ഐദർ ചേഞ്ചിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെഡ് ലാംഗ്വേജ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചില ക്വസ്റ്റ്യൻസ്. നമ്മൾ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ, നമ്മളെ കോച്ചിങ് ഒക്കെ എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലൂടെ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഹൂ പ്രൊപ്പോസ്ഡ് സോളിഡ് തിയറീസ് അബൌട്ട് ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്? ഒറിജിൻ ഓഫ് ലാംഗ്വേജസ് എന്നതിൻ്റെ തിയറീസ് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ തിയറീസ് ആർ, സെവറൽ baseless theories are there, but acceptable theories a few accepted എന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ തിയറി പോലും ഒറിജിൻ ഓഫ് ലാംഗ്വേജിനില്ല. പക്ഷേ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് പേരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്ന തിയറികൾ ഉണ്ട്. അതേതാണെന്ന് നോക്കാം. അപ്പോൾ അത് മാക്സ് മുള്ളറാണ് അത്തരം തിയറികൾ പ്രൊപ്പോസ് ചെയ്തതിൽ പയനിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുക. മാക്സ് മുള്ളർ who first said language originated through imitation aided by science and justice. മാക്സ് മുള്ളറിൻ്റെ തിയറികൾ കൂടാതെ തന്നെ സയൻസ് ആൻഡ് ജസ്റ്റേഴ്സ്, ചിഹ്നങ്ങളുടെയും ആംഗ്യങ്ങളുടെയും ചിഹ്നങ്ങളുടെയും ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ്റെ 1871 ബുക്ക് ദ ഡിസെൻഡ് ഓഫ് മാൻ എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇമിറ്റേഷൻ ഓഫ് ജസ്റ്റേഴ്സ് ആൻഡ് സയൻസ്. അപ്പോൾ മാൻ്റെ ലാംഗ്വേജ്, ഹ്യൂമൻ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്ത് അത് ജസ്റ്റേഴ്സ് ആൻഡ് സയൻസ് ഇമിറ്റേറ്റ് ചെയ്യുക വഴിയാണ്. മാത്രമല്ല അതിലൂടെ മറ്റ് കാര്യങ്ങളിലേക്ക് മറ്റുള്ളവർ പോയിട്ടുണ്ട്. അതായത് പിന്നീട് വന്ന ആളുകൾ മദർ ടങ് തിയറി എന്ന് പറഞ്ഞിട്ട്, മദർ ടങ് അമ്മയിലൂടെയാണ് ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്. അമ്മയാണ് കുട്ടിക്ക് പറഞ്ഞു, കുട്ടി
അവൻ്റെ റിലേറ്റീവ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പോൾ മദർ ടങ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറിയും നിലവിലുണ്ട്. ഇതുകൂടാതെ റിച്വൽസിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ, ആചാരങ്ങളുടെ, പാട്ടുകളിലൂടെ, ഡ്രാമ, റോൾ പ്ലേയിങ്ങിലൂടെ, ഇപ്പോൾ ഒരു ആനിമലിനൊക്കെ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഗുഹകളിലൊക്കെ ആ ഹണ്ടിങ് അവർ പുനരാവിഷ്കരിക്കുമ്പോൾ അതൊരു റോൾ പ്ലേയിങ് ആയി മാറുന്നു. അവിടെ അവർക്ക് ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു കണ്ടിജൻസി അല്ലെങ്കിൽ ഒരു നെസസിറ്റിയിൽ നിന്ന് ലാംഗ്വേജ് ഉണ്ടായതാകാം. എന്തായാലും ലാംഗ്വേജിൻ്റെ ഒറിജിനൽ കട്ട് ആൻഡ് ഡ്രൈഡ് ആയിട്ടുള്ള തിയറികളോ പിന്നെ പ്രൊപ്പോസലുകളോ ഒന്നും തന്നെ ഇപ്പോഴില്ല. ചില തിയറികൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. പ്രത്യേകിച്ചും മാക്സ് മുള്ളറുടെ തിയറികൾ നമുക്ക് നോക്കാം. മാക്സ് മുള്ളർ, അക്കോർഡിംഗ് ടു മാക്സ് മുള്ളർ, there are 4 major theories regarding the origin of language. One is ding dong theory, another one is wow wow theory, next one is poo poo theory, next one is ye he ho theory. Okay, അപ്പോൾ ഡിങ് ഡോങ് തിയറി എന്താണ്? വാട്ട് ഈസ് ഡിങ് ഡോങ് തിയറി? ഡിങ് ഡോങ് തിയറി, അക്കോർഡിംഗ് ടു ദാറ്റ് തിയറി, all things have natural vibrations. All things have natural vibrations. These vibrations echoed in human intellect. These natural vibrations echoed in human intellect that resulted in the production of meaningful words. അപ്പം എല്ലാ വസ്തുക്കളിലുമുള്ള വൈബ്രേഷൻ, ആ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കലായി നമ്മുടെ ബ്രെയിനിൽ അതിൻ്റെ എക്കോയിങ് ഉണ്ടാവുകയും ആ ഇൻ്റലക്ച്വൽ എക്കോയുടെ ഫലമായി നമ്മൾ അറിയാതെ തന്നെ നാച്ചുറലായിട്ട് മീനിങ് വേർഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഫേക്ക് വേർഡ്സും ഫേക്ക് മീനിങ്ങും ഒക്കെ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും നമുക്ക് പറയാം ഫസ്റ്റ് മീനിങ് പ്രൊഡക്ഷൻ നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഈ വസ്തുക്കളിൽ നിന്നുള്ള വൈബ്രേഷൻ കാരണമായിട്ട് ഒരു ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ വന്നിട്ട് ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് പറയാം. ഇനി വൗ വൗ തിയറിയെ കുറിച്ച് പറയാം. വാട്ട് ഈസ് വൗ വൗ തിയറി? വൗ വൗ തിയറി, ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ബൈ ഇമിറ്റേഷൻ ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ തിങ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസ് ആൻഡ് തിങ്സ് ഒരുപാട് സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു ഫ്രിക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ എന്ന് തന്നെ ഗ്രാ എന്നുള്ള ഓണമാറ്റിക് സൗണ്ട് പ്രൊഡക്ഷനാണ് ഇവിടെ ഉദ്ദേശിച്ചത്, ഓണമാറ്റിക് ആയിട്ട്. അപ്പോൾ പല സൗണ്ടുകളും ഒരുപക്ഷെ ജീവികളുടെ ശബ്ദങ്ങൾ, പക്ഷികളുടെ, മൃഗങ്ങളുടെ അതിൻ്റെയൊക്കെ ശബ്ദങ്ങളായിരിക്കാം ഒരുപക്ഷെ ആ വേർഡുകളിൽ ആ ജീവികൾക്ക് പേര് നൽകുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ സോളിഡായിട്ടുള്ള എവിഡൻസ് ഒന്നും നമുക്കിപ്പോൾ കിട്ടുകയില്ല. ഒരുപക്ഷെ ഇൻ ഫ്യൂച്ചർ നമ്മുടെ ഫോസിലുകളിൽ നിന്ന് DNA ഒക്കെ വേർതിരിക്കാൻ കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ മനുഷ്യന് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് പ്രൊഡ്യൂസിങ് DNA ഭാഗങ്ങൾ മനുഷ്യന് വേർതിരിച്ച് എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലാംഗ്വേജ് ഒറിജിനേറ്റ് ചെയ്തതൊക്കെ സോളിഡായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞേക്കാം. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ലാംഗ്വേജ് ഈസ് നെക്സ്റ്റ്. വാട്ട് ഈസ് പൂ പൂ തിയറി? പൂ പൂ തിയറി എന്നുള്ള തിയറിയെക്കുറിച്ച് ചോദിച്ചാൽ, it is the theory regarding the origin of language, that language is the result of emotional experience like sorrow, joy, surprise, anger. പൂ തിയറി പ്രകാരം ലാംഗ്വേജ് നമ്മൾ ഇമോഷണലിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. നമുക്ക് തോന്നുന്ന സോറോസ്, നമ്മുടെ ഹാപ്പിനെസ്, ജോയ്, നമ്മുടെ ഡെസ്പറേഷൻ, നമ്മുടെ ഫ്രസ്ട്രേഷൻ, നമ്മുടെ ആങ്കർ, നമ്മുടെ ഇറിറ്റേഷൻ, നമ്മുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് നമ്മൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അത് നമ്മൾ നാച്ചുറലായിട്ട് ആ ലാംഗ്വേജിലേക്ക് വരും. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ലാംഗ്വേജിൻ്റെ പല ഭാഗങ്ങളും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇമോഷണൽ എക്സ്പീരിയൻസ് ലൈക്ക് സോറോ, ജോയ്, സർപ്രൈസ് ആൻഡ് ആങ്കർ. അതാണ് പൂ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ബൈ ഇമിറ്റേഷൻ ഓഫ് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ തിങ്സ് ആൻഡ് ആനിമൽസ് എന്നത് നമ്മൾ വൗ വൗ തിയറി കൊണ്ട്, നിങ്ങൾക്ക് മറന്നു പോകരുത്, മാക്സ് മുള്ളറാണ് ഈ തിയറികളൊക്കെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിയറിയാണ് യോഹോ തിയറി. യോഹോ തിയറി എന്ന് പറയുമ്പോൾ അതൊരു റിതമിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇമിറ്റേഷനാണ്. നമ്മൾ എല്ലാ വസ്തുക്കൾക്കും റിതമിക് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വൈൽ ഡൂയിങ് ലേബർ ഓർ മാസ്കുലർ ആക്ടിവിറ്റി. എല്ലാ വസ്തുക്കൾക്കും ഒരു റിതമിക് ആയിട്ടുള്ള ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗണ്ടിൻ്റെ ഫീലിംഗ് നമ്മളിൽ ഉണ്ടാക്കാൻ വസ്തുക്കൾക്ക് കഴിയും. അതിന് റിതമിക് ആയിട്ടുള്ള ഓസിലേഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഓസിലേഷൻ മനുഷ്യൻ ലേബർ ചെയ്യുമ്പോൾ, മനുഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ, മനുഷ്യൻ്റെ മസ്കുലർ ആക്ടിവിറ്റീസിൽ, എൻ്റെ തന്നെ മസ്കുലർ ആക്ടിവിറ്റീസ് നിങ്ങളിപ്പോൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മസ്കുലർ ആക്ടിവിറ്റീസ് റിതമിക്കായി മാറുമ്പോൾ അതൊരു ലാംഗ്വേജ് പ്രൊഡക്ഷനെ സഹായിക്കുന്നു എന്നതാണ് ഈ യോഹോ തിയറി വെച്ച് നമ്മളത് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത്. ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ത്രൂ റിതമിക് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വൈൽ ഡൂയിങ് ലേബർ ഓർ മസ്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ പഠിക്കണം. അപ്പോൾ ഈ 4 തിയറികളിലുള്ള സെൻറ്റൻസുകൾ, അതിൻ്റെ എക്സ്പ്ലനേറ്ററി സെൻറ്റൻസുകൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. ഇനി ഇത് കൂടാതെ മാക്സ് മുള്ളർ പറഞ്ഞ തിയറികൾ കൂടാതെ മറ്റ് ഒരു തിയറിയാണ്, പ്രധാനപ്പെട്ട ഒരു തിയറി തന്നെയാണ് ജസ്ചർ തിയറി. എന്താണ് ജസ്ചർ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അക്കോർഡിംഗ് ടു ജസ്ചർ തിയറി, ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ത്രൂ ഹ്യൂമൻ ജസ്റ്റേഴ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇത് കുറച്ചുകൂടി നോം ചോംസ്കി നേരത്തെ പറഞ്ഞതിനോട് സാമ്യമുള്ള ഒരു തിയറിയാണ്. അതായത് നോം ചോംസ്കി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സയൻസിലൂടെയും ചിഹ്നങ്ങളുടെയും ജസ്റ്റേഴ്സിലൂടെയും തന്നെയാണ്. അതുതന്നെയാണ് ഈ ജസ്റ്റർ തിയറിയുടെ ബേസ്. നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ ആംഗ്യങ്ങളൊക്കെ വേർഡുകളുടെ രൂപത്തിൽ എങ്ങനെ മാറി എന്ന് തെളിവായിട്ട് നമ്മുടെ മുന്നിലൊന്നുമില്ല. പക്ഷേ നമ്മുടെ ആംഗ്യങ്ങൾ, നമ്മുടെ ജസ്റ്റേഴ്സ്, അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെയും ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ടുണ്ട് എന്നാണ് ഈ തിയറി പ്രകാരം നമ്മൾക്കറിയാൻ കഴിയുന്നത്. ഓക്കെ. അപ്പോൾ ആരാണ് പ്രധാനമായിട്ടും ജസ്ചർ തിയറി പ്രൊപ്പോസ് ചെയ്ത്? നോം ചോംസ്കിക്ക് മുമ്പേ തന്നെ ജസ്ചർ തിയറി പ്രൊപ്പോസ്ഡ് ആയിട്ടുണ്ട്. ചോംസ്കി അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജസ്ചർ തിയറി ആബട്ട് കോണ്ടിലാക്ക് 18th സെഞ്ച്വറിയിലാണ് ജസ്ചർ തിയറി പ്രൊപ്പോസ് ചെയ്തത്. ആബട്ട് ഒരു പുരോഹിതനാണ്, ആബട്ട് കോണ്ടിലാക്ക്, 18th സെഞ്ച്വറിയിൽ. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഇവല്യൂഷൻ ഓഫ് ഇംഗ്ലീഷിലേക്ക് വരാം. എങ്ങനെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോകാൻ വരുന്നതിന് മുമ്പ് ഏത് ഫാമിലിയാണ്, വിച്ച് ലാംഗ്വേജ് ഇംഗ്ലീഷ് ബിലോങ്സ് ടു, വിച്ച് ലാംഗ്വേജ് ഫാമിലി ഇംഗ്ലീഷ് ബിലോങ്സ് ടു എന്ന് ചോദിച്ചാൽ ഇൻഡോ യൂറോപ്യൻ എന്നാണ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് ഇംഗ്ലീഷ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം വരാം, വാട്ട് ആർ ദി അതർ മേജർ ഫാമിലീസ് ഓഫ് ലാംഗ്വേജ്? വാട്ട് ആർ ദ അതർ മേജർ ഫാമിലീസ് ഓഫ് ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ലാംഗ്വേജ് ഫാമിലീസ് പേര് പറയാൻ കഴിയണം. വേൾഡിലെ മേജർ ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജ് ഫാമിലീസ് ഞാൻ പറയാൻ പോവുകയാണ്. ഒന്ന് നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി തന്നെയാണ്. മറ്റത് നൈജർ കോങ്കോ. നൈജർ കോങ്കോ എന്നുള്ള ഈ ലാംഗ്വേജ് ഫാമിലി ഒരുപാട് ആഫ്രിക്കൻ ലാംഗ്വേജുകളെ ഉൾക്കൊള്ളുന്ന ഒരു ലാംഗ്വേജ് ഫാമിലിയാണ് നൈജർ കോങ്കോ ലാംഗ്വേജ് ഫാമിലി. ഓക്കെ. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഫാമിലിയാണ് ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി. ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഹാമിറ്റിക് ആൻഡ് സെമിറ്റിക്. ഹാമിറ്റിക് ആൻഡ് സെമിറ്റിക് ഈ സബ് ഗ്രൂപ്പുകളെ ഓർമ്മിക്കാതെ നിവൃത്തിയില്ല. ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജിലെ സബ് ഗ്രൂപ്പുകളാണ് ഹാമിറ്റിക് ഗ്രൂപ്പും സെമിറ്റിക് ഗ്രൂപ്പും. ഈ ഹാമിറ്റിക് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആണ് ഈജിപ്ഷ്യൻ ലാംഗ്വേജ്. ഓക്കെ. ഈജിപ്ഷ്യൻ ലാംഗ്വേജ് ആഫ്രോ ഏഷ്യാറ്റിക്കിലെ ഹാമിറ്റിക് ലാംഗ്വേജിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആണ് ഈജിപ്ഷ്യൻ ലാംഗ്വേജ്. സെമിറ്റിക് ലാംഗ്വേജ് ആഫ്രോ ഏഷ്യാറ്റിക്കിലെ സെമിറ്റിക് ലാംഗ്വേജിൽ പ്രധാനപ്പെട്ടതാണ് അറബിക്കും
അറബിക് ആൻഡ് ഹീബ്രു. ഓക്കെ. അപ്പോൾ ആഫ്രോ ഏഷ്യാറ്റിക്കിലെ സെമിറ്റിക് ലാംഗ്വേജ് സബ് ഗ്രൂപ്പിൽ പെടുന്നതാണ് അറബിക്കും ഹീബ്രു ലാംഗ്വേജും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയുടെ. ഇനി ആസ്ട്രോ ഏഷ്യാറ്റിക്, ഈ ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് എന്നത് നമ്മൾക്ക് ഇന്ന് പറയാൻ കഴിയുന്നത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലൊക്കെ ഇംഗ്ലീഷാണ് അവിടുത്തെ മദർ ടങ്. അവിടെ വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷെ അതിനു മുമ്പ് ഇംഗ്ലീഷുകാരെ കോളനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ സംസാരിച്ചിരുന്ന ഭാഷ ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽപ്പെടുന്നതാണ്. അതുകൂടാതെ അതേ ഗ്രൂപ്പിൽ തന്നെയാണ് തായ്ലൻഡിലെ തായ് ലാംഗ്വേജ്, അതുപോലെ ഫിലിപ്പിനോ ലാംഗ്വേജ്, അതുപോലെ കംബോഡിയൻ ലാംഗ്വേജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈസ്റ്റേൺ ഏഷ്യൻ ലാംഗ്വേജസ് ഒക്കെ തന്നെ നമുക്ക് ആസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലിയിൽ ഉൾപ്പെടുന്നതായിട്ട് കാണാം. അതുകൂടാതെ അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ലാംഗ്വേജ് ഫാമിലിയാണ് സിനോ ടിബറ്റൻ. ശ്രദ്ധിക്കുക, സിനോ എന്ന എസ് എന്നുള്ള അക്ഷരമാണ് തുടങ്ങുന്നത്, സി അല്ല. ഈ സിനോ ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് നമ്മുടെ ചൈനീസ് ലാംഗ്വേജുകൾ, പ്രത്യേകിച്ച് മാൻഡറിൻ ചൈനീസ് ഒക്കെ വരുന്നത് സിനോ ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലിയാണ്. ചൈനീസ് കൂടാതെ ടിബറ്റിലെ ടിബറ്റിക് എന്ന് പറയുന്ന ലാംഗ്വേജ് ഈ സിനോ ടിബറ്റൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. അതുകൂടാതെ മിസോറാമിലെ മിസോ ലാംഗ്വേജ്, വളരെ ശ്രദ്ധിക്കണം, ഇന്ത്യയിലെ ഒരുപാട് ലാംഗ്വേജുകൾ ഇൻഡോ യൂറോപ്യനിലും ദ്രവീഡിയൻ ലാംഗ്വേജിലും വരുമ്പോൾ മിസോറാമിലെ ഉള്ള മിസോ ലാംഗ്വേജ് സിനോ ടിബറ്റൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നതെന്ന് ഓർമ്മിക്കുക. മണിപ്പൂരിയും ആസാമീസും ഒക്കെ ഇൻഡോ യൂറോപ്യനിലാണ്. അടുത്തതായി ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയാണ്. ലാംഗ്വേജ് ഫാമിലിയാണ് നിങ്ങളിൽ ഭൂരിപക്ഷം പേരുടെയും ലാംഗ്വേജായ മലയാളം, തമിഴൊക്കെ നമ്മുടെ ദ്രവീഡിയൻ ഫാമിലിയിലാണ് വരുന്നത്. ദ്രവീഡിയൻ ഫാമിലിയുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് തമിഴ് തന്നെയാണ്. ആഫ്റ്റർ തമിഴ് വി ക്യാൻ സ്പീക്ക് അബൌട്ട് മലയാളം, കന്നഡ, തെലുഗ്, അതുപോലെ നമുക്ക് തുളു എന്ന് പറയുന്ന ലാംഗ്വേജ്, തെലുഗ്, കന്നഡ, തമിഴ്, മലയാളം, ഇതൊക്കെ തന്നെ നമ്മുടെ ദ്രവീഡിയൻ ഭാഷാ ഫാമിലിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഫാമിലി വളരെ വൈഡ്ലി യൂസ്ഡ് ലാംഗ്വേജ് ഫാമിലി ആണെന്ന് നിസ്സംശയം പറയാം. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജുകൾ നിങ്ങൾക്കൊന്നും കൂടി വിശദമായ മലയ്, തായ്, വിയറ്റ്നാമീസ്, ഫിലിപ്പിനോ, കംബോഡിയൻ, പോളിനേഷ്യൻ, കുറച്ചുകൂടി ഈസ്റ്റേൺ ഭാഗത്തേക്ക് പോയാൽ അമേരിക്കയുടെ അത്ര എത്തുന്നതിന് മുമ്പ് പോളിനേഷ്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാം. സിനോ ടിബറ്റൻ ലാംഗ്വേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് മാൻഡറിൻ, ടിബറ്റിക്, ബർമീസ്, അതുപോലെ മിസോ ലാംഗ്വേജുകളൊക്കെയാണ് സിനോ ടിബറ്റൻ ലാംഗ്വേജിൽ പെടുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി റിട്ടേൺ ആയിട്ട് വിശദീകരിക്കാം. വിച്ച് ഫാമിലി അറബിക് ആൻഡ് ഹീബ്രു ലാംഗ്വേജസ് ബിലോങ് ടു എന്ന് ചോദിച്ചാൽ ആഫ്രോ ഏഷ്യാറ്റിക് ഫാമിലി ആണെന്ന് എഴുതണം. അതിൽ തന്നെ അത് ആഫ്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഡിവൈഡഡ് ഇൻറ്റു ടു, സെമിറ്റിക് ആൻഡ് ഹെമിറ്റിക് എന്ന് ഓർമ്മിക്കണം. അറബിക്, ഹീബ്രു ഒക്കെ സെമിറ്റിക് ഗ്രൂപ്പിലാണെന്നും ഈജിപ്ഷ്യൻ ഹാമിറ്റിക് ഗ്രൂപ്പിലാണെന്നും ഓർമ്മിക്കുക. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യം മെമ്മറൈസ് ചെയ്യേണ്ടി വരും. നമ്മുടെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദ്രവീഡിയൻ ലാംഗ്വേജുകൾ ഒന്ന് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണ്. തമിഴ്, മലയാളം, കന്നഡ, തെലുഗ്, തുളു ഈ ഭാഷകൾ നമ്മൾ ദ്രവീഡിയൻ ലാംഗ്വേജസ് ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കണം. അതുപോലെ സിൻഹള ലാംഗ്വേജ് പ്രത്യേകമായിട്ട് ഓർക്കണം. ശ്രീലങ്കയിലെ സിൻഹള ലാംഗ്വേജ് ചിലർ ദ്രവീഡിയനിൽ പെടുത്തിയേക്കാം. കാരണം മലയാളം, കന്നഡ ആ റേഞ്ചിൽ വരുന്നതുകൊണ്ട്, ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്നതുകൊണ്ട്, കുറച്ച് താഴോട്ട് കടലുണ്ടെന്ന് മാത്രം. ശ്രീലങ്കൻ ലാംഗ്വേജ് ദ്രവീഡിയൻ ആണെന്ന്
മിസ്റ്റേക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. തെറ്റാണ്. ശ്രീലങ്കൻ ലാംഗ്വേജ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽപ്പെടുന്നതാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. സിംഹളീസ്. അതുപോലെ കൊങ്കണി ലാംഗ്വേജ്, ഇപ്പോൾ നമ്മൾ തെലുങ്ക്, തുളു എന്നൊക്കെ പറയുമ്പോൾ ദ്രവീഡിയൻ ലാംഗ്വേജ് ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൊങ്കണിയെ പറഞ്ഞാൽ അത് ദ്രവീഡിയൻ ആണെന്ന് ഉദ്ദേശിച്ചു പോകും. കാരണം കൊങ്കണി എന്നുള്ളത് ഒരുപക്ഷെ ഒരു സൗത്ത് ഇന്ത്യൻ വേർഡ് പോലെ തോന്നിയേക്കാം, പക്ഷെ അതും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലാണ് പെടുന്നത്. ഇൻഡോ യൂറോപ്യൻ ഫാമിലിയാണ്. കൊങ്കണി ഗോവയിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണെന്ന് നിങ്ങൾക്കറിയാം. ആ കൊങ്കണി ഭാഷ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ.